Hi friends, November 4 നടക്കുന്ന സർവേയർ ഗ്രേഡ് 2 Tradesman-Survey ടെക്നിക്കൽ എഡ്യൂക്കേഷനെയും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് പവറിന്റെ അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് വാട്ട്സിൽ അല്ലെങ്കിൽ കിലോ വാട്ട്സിലായിരിക്കും. ഇനി നെക്സ്റ്റ് ഒന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുവാണെങ്കിൽ അപ്പോൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒന്നേ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെയാണ് നമ്മൾ പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയും. സീറോ ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂട്രോൺസ് എന്ന് പറയും. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കുളംബ് ആയിരിക്കും. നെക്സ്റ്റ് ഒന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഈസിലി ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പർ, ഗോൾഡ്, അയൺ ഒക്കെയാണ് കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഒന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സും നോൺ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്കായിരിക്കും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്കൺ, ഗാലിയം ആർസനൈഡ്, ജെർമേനിയം ഒക്കെയാണ് സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് ഒന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽസ് ഒരിക്കലും ഹീറ്റിനെയോ ഇലക്ട്രിസിറ്റിയോ അതിലൂടെ കടത്തിവിടില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്, വുഡ്, ഗ്ലാസ് ഒക്കെയാണ് ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓംസ് ലോനെ കുറിച്ചാണ്. ഓംസ് ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ I ഈസ് പ്രൊപ്പോർഷണൽ ടു V. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ 1/R എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ക്യാപിറ്റൽ I ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ V ബൈ ക്യാപിറ്റൽ R. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഈ മൂവിങ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആവാം. ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? സ്മോൾ I ഈസ് ഈക്വൽ ടു dQ/dt എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ചാർജ്ഡ് ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമുക്ക് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. Electric potential at a point is defined as the work done in bringing a unit positive charge from infinity to that point. ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് പോയിന്റിന് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസ് കാരണം ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ L ആയിരിക്കും. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? R ഈസ് ഈക്വൽ ടു റോ L/A എന്ന് വരും. ഇപ്പോൾ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. അതെന്ന് പറയുന്നത് ഓം മീറ്ററിലായിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്നാണ് നോക്കാൻ പോകുന്നത്. റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്ററിന്റെ ഇക്വേഷൻ R എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് പറയും. അപ്പോൾ വോൾട്ടേജ് എങ്ങനെ വരും? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 എന്ന് വരും. ഇനി പാരലൽ ആയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് പറയും. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷനോ I ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 എന്ന് വരും.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടക്ടൻസിനെ കുറിച്ചാണ്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് പെർ മീറ്റർ ആയിരിക്കും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ചാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസിലുള്ള ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ നമുക്ക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും പറയാം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ് ഒക്കെ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് സൈക്കിൾ എന്ന് നോക്കാം. സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസും ഉണ്ടാവും. എന്തിന്റെ? ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിന്. അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കർവ് ആണ്, ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കർവ് ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് കർവും ഈ ഒരു നെഗറ്റീവ് കർവും ഫുൾ അറ്റൈൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് എന്തെന്ന് പറയാം? ഒരു സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വൺ കംപ്ലീറ്റ് സൈക്കിളിലുള്ള ആൾട്ടർനേറ്റീവ് വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.